നമുക്കൊന്ന് കോഴിക്കോട് റൗണ്ട് അടിച്ചു വന്നാലോ? അതിനു മുന്നേ നിങ്ങൾ കോഴിക്കോട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഓരോരോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ, അതേപോലെ പാലക്കാട്, കോഴിക്കോട് ഒക്കെ ആണെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എത്ര പേര് കോഴിക്കോട്ടുകാരുണ്ട് നോക്കാമല്ലോ നമുക്ക്. ഞാൻ എവിടെ പോയി തിരിച്ചു വരുമ്പോഴും കോഴിക്കോട് ബീച്ചിലൊന്ന് കയറും കേട്ടോ, വെറുതെ. എന്നിട്ട് കയറിയിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വെറുതെ ഒന്ന് നടക്കും, എന്നിട്ട് തിരിച്ചു പോകും. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് പ്രത്യേക ഒരു സുഖം തന്നെയാണ്. സാധാരണ ബീച്ചിലുണ്ടാകുന്ന സെറ്റപ്പും കാര്യങ്ങളൊന്നും ഈ ഒരു ബീച്ചിന് കാണാൻ കഴിയുന്നതില്ല. പണ്ട് മുതൽക്കേ ഇതിങ്ങനെ തന്നെയാണ്. ആ മണ്ണിലിരിക്കണം. മണ്ണിൽ ചിലപ്പം കാക്കയും പൂച്ചൊക്കെ കാഷ്ടിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യും. എന്നാലും അതൊരു രസം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഉപ്പിലിട്ടൊക്കെ തിന്നാനൊക്കെ പ്രത്യേക രസം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെന്ന് പറയുന്നത് അത്രയും ഭയങ്കര കമ്പനിയാണ്. നമ്മൾ അവിടെ പോയ ഒരാളെങ്കിലും പരിചയക്കാരുണ്ടാവും. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാർ പലരും അവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ഇതിൻ്റെ ഉപ്പിലിട്ടത് പിന്നെ ഐശ്വര്യതി എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ്. ഐശ്വര്യതി കഴിച്ചിട്ടുള്ളവർ, അവിടുത്തെ ഐശ്വര്യതി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ സാധാരണ ഉണ്ടാകുന്ന അത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഐശ്വര്യതിയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാം, ഇതിൻ്റെ വൃത്തി നോക്ക്, വൃത്തിയില്ല, വെറുതെ വേണ്ടാത്തൊരൊന്ന് തിന്നിട്ട് വയറ്റുവേദന വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യതി ഇഷ്ടമുള്ളവർക്കൊന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.